തെങ്ങൊക്കെ കണ്ടോ ആടി ഒലഞ്ഞിട്ട് എല്ലാ ഓലയും ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത്. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആട്ടോ രാത്രി ഉണ്ടായേ. അവിടെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചാഞ്ഞു പോയി. പിന്നെ ആ വീടിൻ്റെ മുകളിൽ ആ സൈഡിൽ ഷീറ്റ് കണ്ടോ, അതൊക്കെ ഇളകി നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഹട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ഒരു കാറ്റൊക്കെ നന്നായിട്ട് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി. ഈ കാട്ടിലൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. രാവിലെ എല്ലാവരും വന്ന് പിറക്കി. ഇതൊക്കെ മാങ്ങുണ്ട്. ഇതൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയത്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്, ആ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ചുഴലിക്കാറ്റായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇതുവരെ ഇങ്ങനൊരു കാറ്റ്, മഴയും ഇടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹട്ടിൽ കിടക്കാൻ പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇന്നലത്തെ ആ ഒരു സംഭവം ഞങ്ങൾക്ക് ജനൽ വെക്കാത്തത് കൊണ്ട് തന്നെ പുറത്തെന്താ നടക്കുന്നതെന്നുള്ള ക്ലിയർ വിഷ്വൽ ഉണ്ടായിരുന്നു. തെങ്ങുകളൊക്കെ ആടി ഒലഞ്ഞ് ആകെ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇന്നലെ. ഇതിപ്പം ഈ വല ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് മുകളിൽ നിന്ന് മാങ്ങ വീഴുമ്പോൾ ഈ സീറ്റിൻ്റെ മുകളിൽ വീഴുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ഉണ്ടാവുക അകത്തേക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിയത്. പിന്നെ സീറ്റ് കേടുവരികയും ചെയ്യും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. ഈ സൈഡൊക്കെ ഇന്നലത്തെ ആ മഴയിൽ കേടുവന്നതാട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ആ തെങ്ങ് ഇങ്ങനെ ആടിയിട്ടാണ് ഈ ഷീറ്റ് ഇങ്ങനെ ഈ കൊലത്തിലായതെന്നാണ്. അങ്ങനെ എന്തായാലും ഇന്നലത്തെ മഴയിൽ നമുക്ക് ഒരുപാട് മാങ്ങകൾ കിട്ടി. കണ്ണിമാങ്ങയും പച്ച മാങ്ങയും ഒക്കെ ആയിട്ട് ഒരുപാട് കിട്ടി. ഇത്രയൊന്നുമല്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുറച്ച് കണ്ണിമാങ്ങകൾ ഞാൻ എടുത്ത് കഴുകിയിട്ട് അത് നല്ലപോലെ തുടച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ഭരണിയും കഴുകി തുടച്ചതാണ്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പം ഈ തണ്ടോട് കൂടി എടുത്തിട്ടുള്ളത് അതിൻ്റെ ചൊന നമുക്ക് ആവശ്യമുണ്ട്. അതുണ്ടെങ്കിൽ ഈ കണ്ണിമാങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കേട് വരില്ല എന്ന് പറയാം. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട് വരാതെ കുറേ നാൾ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ടേസ്റ്റും കൂടും ഈ ചൊന ഉണ്ടാകുമ്പോൾ. അപ്പോൾ അത് ഞാനിങ്ങനെ പൊട്ടിച്ച് ഈ ഭരണിയിലേക്ക് ഇടുന്നുണ്ട്. നമുക്കിപ്പം ഈ ഒരു സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ളത് മാങ്ങയും കല്ലുപ്പുമാണ്. ഒരു ലെയർ മാങ്ങ ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കല്ലുപ്പ് വിതറി കൊടുക്കുക. അങ്ങനെ ഈ ഫുള്ള് മാങ്ങ ഈ ഭരണിയിൽ ഒതുങ്ങുന്ന മാങ്ങകൾ ഇതിലേക്ക് ഇടുക. ഓരോ ലെയറായിട്ടിടുക. അതിൻ്റെ മുകളിൽ കല്ലുപ്പിടുക. അങ്ങനെ ഈ ഭരണി നിറയ്ക്കാം. ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മൂടി കൊടുക്കാം. ഇനി ഒരു തുണി എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂടി കെട്ടി കൊടുക്കാം. ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാട്ടോ എടുക്കുക. അപ്പോഴത്തേക്ക് ഈ മാങ്ങയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ നീരൊക്കെ ഇറങ്ങി ഉപ്പും ഒക്കെ അലിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, വീഡിയോസിലൊക്കെ അങ്ങനെ ആട്ടോ ഉള്ളത്. ഇനി നമ്മളെ ഈ മാങ്ങ എങ്ങനെ ആവും എന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റെഡി ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കണ്ട. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ഓൾ ഓപ്ഷനുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റും. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.